2-3 ദിവസം കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് ബഥാന്യ വരെ ഒന്ന് പോകാം. അപ്പോൾ തോമാസ് പറഞ്ഞു, നമുക്കും അവൻ്റെ കൂടെ പോയി ചാകാം. തോമാച്ചൻ ഇത് പറയാൻ കാര്യം, ആ നാളുകളിൽ യഹൂദന്മാർ യേശുവിനെ കണ്ടാൽ കൊല്ലാനിരിക്കുക. 2 തോമാച്ചൻ്റെ ഉള്ളിലെ ചിന്ത, ദൈവമേ ആ വീട്ടിൽ പോയി തിന്നു കുടിച്ച് വിശ്രമിച്ച വീടാ, ആ ചെറുക്കന് ദീനമാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങേര് പോയില്ല, ഇനി അങ്ങേര് പോയില്ല, ഞങ്ങളെ ഒരാളെ 12 എണ്ണം ഉണ്ടല്ലോ, ഒന്ന് വിടരുതായിരുന്നു. വിട്ടില്ല. എന്നാൽ ദീനം കഠിനമായി എന്ന് പറഞ്ഞിട്ട് വന്നാൽ ഞങ്ങളെ ഒരാളെ വിട്ടില്ല. ഇതൊക്കെ സഹിക്കാൻ മരിച്ചപ്പോൾ പോലും ഞങ്ങളെ ഒന്ന് വലിയ അനുശോചനമെങ്കിലും. അയ്യോ ഇപ്പം ചില മരണവീട് മുഴുവൻ അങ്ങ് അനുശോചനം. എന്തോ 5 മിനിറ്റ്, ആദ്യമൊക്കെ 5 മിനിറ്റ് വരും, പിന്നെ 4 മിനിറ്റ്, പിന്നെ 3 മിനിറ്റ്, പിന്നെ 2 മിനിറ്റ്, പിന്നെ 1 മിനിറ്റ്, പിന്നെ മിനിറ്റ് ഇല്ല. ഒരു വാക്ക്, ഞാനൊരു വാക്കി പറഞ്ഞു, ഇവിടെ വന്നതിനായി ദൈവത്തിന് സ്തോത്രം, മൈക്ക് പിടിച്ചോളാം പറഞ്ഞു. ഒരു വാക്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാം, നിങ്ങൾ യോജിക്കത്തില്ല. ഈ ശവസംസ്കാരത്തിലും മരണവീട്ടിലുമൊക്കെ നാനാജാതി മതസ്ഥർ കൂടും. എൻ്റെ ഒരു അഭിപ്രായമാണ്, പരിജ്ഞാനമുള്ള, വിവരമുള്ള, അറിവുള്ള, എൻ്റെ ഭാഷ പറഞ്ഞാൽ ബോധമുള്ള ഒരു ഉപദേശിക്ക് 1 മണിക്കൂർ കൊടുക്കണം. ബോധമില്ലാത്തന്നെ കൊടുത്താൽ അവിടെ പല അടക്കം നടക്കും. ഒരാളെയാണ് നമ്മൾ അടക്കാൻ ചെന്നത്, ധാരാളം പേരെ മിക്കാറ് അന്ന് അടക്കേണ്ടി വരും. നമ്മുടെ ഇടയിലുണ്ടല്ലോ കർത്തദാസന്മാർ ധാരാളം, നല്ല വിവരമുള്ള, പരിജ്ഞാനമുള്ള, അറിവുള്ള, തന്മയത്തമായി സംസാരിക്കാൻ പ്രാപ്തന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു 3/4 മണിക്കൂറല്ലേ 1 മണിക്കൂർ കൊടുത്ത് വചനം പറയിപ്പിക്കണം. മരണത്തെപ്പറ്റിയും മരണാനന്തര ജീവിതത്തെപ്പറ്റിയും നിത്യതയെപ്പറ്റിയും യേശുക്രിസ്തുവിനുള്ള രക്ഷയെപ്പറ്റിയൊക്കെ വന്ന് ഇരിക്കുന്നവരെ ബോധ്യപ്പെടുത്തണം. എന്തോ നല്ലതാണ് ഇതങ്ങനെ ഇല്ല മിക്കയിടത്തും. അങ്ങ് എന്തോ ദുരിതമാണെന്നറിയാമോ? അവിടെ ഞാൻ വിവരിക്കുന്നില്ല. അപ്പം ഈ തോമാസ് പറഞ്ഞു, മരിച്ചിട്ട് പോലും നമ്മളെ വിട്ടില്ല. ഇപ്പം 4 ദിവസമായപ്പോൾ അങ്ങോട്ട് പമ്പിച്ചില്ല, സൂക്ഷിച്ച് അവർ തല്ലിക്കൊല്ലും. അതാ തോമാച്ചൻ പറഞ്ഞത്, നമുക്ക് അവൻ്റെ കൂടെ പോയി. എന്തായാലും കൊള്ളാം, യേശു ശിഷ്യന്മാരും ബഥാന്യയിൽ വന്നു. ആരോ പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്. മാർത്ത ഓടി വന്ന് ഗുരുവിനോട് സംസാരിച്ചു, ഗുരു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, മാർത്തെ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഉടനെ മറിയ യേശുവിന് ബൈബിൾ ക്ലാസ് എടുത്തു. അതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. ഒടുക്കത്തം, കാരണം കുറച്ച് നാൾ ബൈബിൾ ക്ലാസ് കേട്ടതാ. കർത്താവിന് ക്ലാസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. നിനക്കറിയത്തില്ലയോ കർത്താവ് ഈ മത്തായി 12:14 ഇങ്ങനെ പറഞ്ഞിട്ടില്ലയോ? കാരണം പുള്ളി ഇതെല്ലാം മറന്നിപ്പം. യേശുക്രിസ്തുവിനെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. മാർത്ത തിരിച്ചടി പറഞ്ഞു, അതൊക്കെ എനിക്ക്